എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നോർത്തേൺ അയർലൻഡിൽ നിങ്ങൾക്ക് സമ്മർ ഹോളിഡേയ്ക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു അയർലൻഡിനെ പരിചയപ്പെടുത്താനാണ്. രാത്ലിൻ അയർലൻഡ് എന്നാണ് ഈ അയർലൻഡിൻ്റെ പേര്. ആൻഡ്രിയം കോസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഈ അയർലൻഡിലേക്ക് പോകാൻ ഫെറി സർവീസാണ് നമുക്കുള്ളത്. അപ്പം ഒരാൾക്ക് 8.5 പൗണ്ടാണ് ഈ ഫെറിയിൽ കയറി ഏതാണ്ട് 40 മിനിറ്റത്തെ സമയമാണ് അതെടുക്കുന്നത്. ആ ഫെറിയിൽ കയറി നമുക്ക് ആ ഐലൻഡിൽ എത്താൻ എടുക്കുന്നത്. ഈ ഐലൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പഫിൻ എന്ന് പറയുന്ന ഒരു സീ ബേർഡാണ്. ഈ സീ ബേർഡിനെ കാണാൻ പറ്റുന്ന ചുരുക്കം ചില ഐലൻഡുകളിൽ ഒരു ഐലൻഡാണ് ഈ റാത്ലിൻ ഐലൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ലോക പ്രശസ്തമാണ്. എന്തുകൊണ്ട് പ്രശസ്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പഫിൻ എന്ന പക്ഷിയെ ഒരുപാട് പക്ഷി നിരീക്ഷകരൊക്കെ ഒരിക്കലും മാറ്റി നിർത്താത്ത ഒരു ഐലൻഡാണ്. കാരണം ഈ ഒരു പക്ഷിയെ കാണണമെങ്കിൽ ഒരു പക്ഷേ ഇവിടെ തന്നെ വരണം. ആ ഒരു പക്ഷിക്ക് വേണ്ടി തന്നെയാണ് ഈ ഒരു ഐലൻഡ് ഫേമസ് ആയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഐലൻഡിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 150 പേര് മാത്രമാണ്. അത് കഴിഞ്ഞ സെൻസസ് പ്രകാരം 150 പേര് മാത്രമാണ് ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്കൂളുണ്ട്, പിന്നെ 2 പള്ളികളുണ്ട്, പിന്നെ ചെറിയൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, പിന്നെ ഒരു ബാറുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റിന് ഇത്രയൊക്കെ സംഭവങ്ങൾ മാത്രമാണ് ഈ ഐലൻഡിലുള്ളൂ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, മറ്റേത് സർവീസിനാണെങ്കിലും ഈവൻ പെട്രോൾ അതുപോലെ എന്ത് സർവീസിനാണെങ്കിൽ തന്നെയും ഈ ഫെറി കയറി മെയിൻലാൻഡിൽ വന്നിട്ട് വേണം അവിടെയുള്ള ആളുകൾക്ക് ആ ഒരു സർവീസ് കിട്ടുന്നതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോകുമ്പോൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഐലൻഡാണ്. ഒരിക്കലും വലിയ റോഡുകളോ അങ്ങനെ ഒന്നും കാണാനില്ല. ചെറിയ വീതി കുറഞ്ഞ് ഒരു വണ്ടിക്ക് കഷ്ടി പോകാൻ പറ്റുന്ന രീതിയിൽ മാത്രമാണ് റോഡുകളുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി ഈ ഐലൻഡിലേക്ക് 10 15 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയും കൊണ്ടുവരാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ ആ വണ്ടി ഓടിക്കുന്നതിന് കൃത്യമായ റോഡുകളില്ല എന്നുള്ളതാണ്. ഒരു വണ്ടി പോകാൻ മാത്രം പറ്റുന്ന അത്രയും ചെറിയൊരു റോഡ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടൊരു ഡ്രൈവിംഗ് ഐലൻഡ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്രൈവ് ചെയ്യാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ വണ്ടി നമുക്ക് പാർക്ക് ചെയ്ത് ശേഷം ഫെറിയിൽ കയറി വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇവിടെ വന്ന ശേഷം നമുക്ക് ഈ ഒരു സീ ബേർഡ്സിനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ദൂരം പോകേണ്ടതായിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം ബസ്സിൽ സർവീസ് ചെയ്യണം. അപ്പോൾ ഓരോ മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഇടവിട്ടാണ് ഇവിടുത്തെ ബസ്സിൻ്റെ സർവീസ്. അത് അവിടെ വന്നിറങ്ങിയ ശേഷം ആ ദിവസത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അവിടുത്തെ കൗണ്ടറിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എത്ര നേരം ഇടവിട്ടാണ് ആ ബസ് ഉള്ളതെന്ന്. അപ്പോൾ ഈ ഫെറി കയറി നമ്മൾ അവിടെ വന്നതിന് ശേഷം ഈ ബസ്സിൽ കയറി നമുക്ക് ഈ ലൈറ്റ് ഹൗസിലേക്ക് പോകാവുന്നതാണ്. ഇതൊരു ലൈറ്റ് ഹൗസ് ആണ്. ആ ലൈറ്റ് ഹൗസിനോട് ചേർന്നിട്ടാണ് ഈ ഒരു സീ ബേർഡ് കാണുന്നതിനുള്ള ഒരു സ്പേസ് നമുക്ക് അറേഞ്ച് ചെയ്തേക്കും. അതുപോലെ തന്നെ അത് ഒത്തിരി നടക്കാനൊക്കെ ആണെങ്കിലും, ഒരുപാട് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നടന്ന് നമുക്ക് മുകളിലേക്ക് കയറി പോകാവുന്നതാണ്. പിന്നെ നടക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ബസ്സിനും കയറി പോകാം. അപ്പോൾ ഇതിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ പഫിൻ എന്ന് പറയുന്ന ബേർഡാണ്. അപ്പോൾ ഇത് മെയിനായിട്ടും കാണുന്നത് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആ ഒരു സമ്മർ ടൈമിലാണ്. അതിൻ്റെ ഒരു പ്രജനന സമയം ഏതാണോ ആ സമയത്ത് മാത്രമാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഐലൻഡിലേക്ക് പോകുന്ന ഡേറ്റ് എടുക്കുന്നത് എപ്പോഴും ക്ലൈമറ്റ് നോക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മുൻകൂട്ടി എടുക്കുന്നത് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്കറിയില്ല ആ ദിവസം എങ്ങനെയായിരിക്കും അവിടുത്തെ ക്ലൈമറ്റ് എന്ന്. ഇപ്പം ഒരു 20 മൈലിൽ കൂടുതൽ കാറ്റുണ്ട്, അല്ലെങ്കിൽ മഴയുള്ള ദിവസമാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാറ്റുണ്ട്. അതുപോലെ തന്നെ മഴയുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ കാര്യത്തിനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല വെയിലുള്ള, വളരെ കുറച്ച് ദിവസങ്ങളാണ് വെയിലുള്ള ദിവസങ്ങൾ കിട്ടാറ്. പക്ഷെ നല്ല വെയിലുള്ള ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഹോളിഡേ ആയിട്ട് എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോകണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോകാൻ പറ്റിയ നല്ലൊരു ഐലൻഡ് തന്നെയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന് ഒരുപാട് വെറൈറ്റി റെസ്റ്റോറൻറ്റുകൾ അങ്ങനെയൊന്നും അവിടെ സെറ്റ് ചെയ്തിട്ടില്ല. ഒരു റെസ്റ്റോറൻറ്റും അതുപോലെ ചെറിയൊരു ബാറും പിന്നെ ചെറിയ സ്നാക്സുകളൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പോകുമ്പം ഇവിടുന്ന് തന്നെ നമ്മൾ ഭക്ഷണം കയ്യിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതെന്ന് തന്നെ പറയാം. എന്നിട്ട് അവിടുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. അവിടെ നമുക്ക് കഴിച്ച് തിരിച്ച് എല്ലാം കഴിഞ്ഞ് അടുത്ത ഫെറി കയറി നമുക്ക് വരാം. അപ്പം ഈ ഒരു ബേർഡിനെ കാണുന്ന അതിനേക്ക് ഓരോന്നിനും സെപ്പറേറ്റ് പേയ്മെൻറ്റുകളാണ്. ഫെറി കയറി നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് ഒരു 8.5 പൗണ്ട് നമ്മൾ അത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം ഈ ഒരു ബസ്സിൽ കയറുന്നതിന് ഒരു 6 പൗണ്ട് നമ്മൾ സെപ്പറേറ്റ് അത് കൊടുക്കണം. പിന്നെ ഈ ബേർഡിനെ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ബേർഡ് സാങ്ച്വറി, അതുപോലെ തന്നെ ഈ ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറേണ്ടതായിട്ട്, അപ്പം അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുക്കും. അപ്പം ഈ പേയ്മെൻറ്റുകളൊക്കെ കൊടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ നമുക്ക് തിരിച്ച് വരുന്നതിന് നമ്മൾ പൈസ കൊടുക്കണ്ട. നമ്മൾ ഏത് ടൈമാണോ ആ ടൈം നമ്മൾ ചോദിച്ചാൽ മാത്രം മതി. ആ ബസ് നമുക്ക് തിരിച്ച് ഫ്രീ ആയിട്ട് നമ്മളെ ഈ ഫെറി സർവീസിന് തൊട്ടടുത്ത് തന്നെ കൊണ്ടിറക്കുന്നതാണ്. അതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഐലൻഡ് കൂടിയാണിത്. 1-ാം ലോക മഹായുദ്ധം അതായത് 2-ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത്
വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു ഐലൻഡ് ആയിരുന്നു. കാരണം ബ്രിട്ടനുമായിട്ടുള്ള ശത്രുതയുള്ള രാജ്യങ്ങൾ പലപ്പോഴും പിടിച്ചടക്കാനായി ശ്രമിച്ച ഒരു ഐലൻഡ് കൂടിയാണ്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് വലിയൊരു ലൈറ്റ് ഹൗസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ശത്രുക്കൾ വരുമ്പോൾ അത് കാണാനും നിരീക്ഷിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. പണ്ടൊരു ചെറിയൊരു മിലിറ്ററി ബേസ് കൂടി ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ പണ്ട് സ്കോട്ട്ലൻഡിന്റെ രാജാവ് ഈ ഐലൻഡിൽ വന്നിട്ടാണ് ഒളിച്ച് താമസിക്കുകയുണ്ടായത്. അതായത് സ്കോട്ട്ലൻഡ് വേറൊരു ശത്രുരാജ്യം കീഴടക്കിയ സമയത്ത് ഈ ഐലൻഡിൽ വന്നിട്ട് ഒളിച്ച് താമസിച്ച് വീണ്ടും തിരിച്ച് അവിടെ പോയി അവരെ കീഴടക്കി വീണ്ടും അധികാരത്തിലെത്തിയ ചരിത്രം കൂടി ഈ ഒരു ഐലൻഡ്. അപ്പം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു ഐലൻഡ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാവുന്നതാണ്. മറ്റൊരു കാര്യം ഈ ഐലൻഡിനെ കുറിച്ച് പറയാനുള്ളത്, ഇതൊരിക്കലും ഒരു ബീച്ച്, വളരെയധികം വലിയ ബീച്ചുള്ള ഒരു ഐലൻഡ് അല്ല. ഇത് വളരെ ചെറിയൊരു ബീച്ച് മാത്രമാണുള്ളത്. അതും നമുക്ക് ഇറങ്ങി കുളിക്കാനോ അല്ലെങ്കിൽ ബീച്ചിൽ ഇറങ്ങി കുട്ടികളെ കളിപ്പിക്കാനോ പറ്റിയ ഒരു സിറ്റുവേഷനിലുള്ള ഒരു ബീച്ചല്ല. അപ്പം വളരെ ചെറുത് മാത്രമാണ്. പിന്നെ ഈ ഫെറി അടുക്കുന്ന ആ ഒരു പോർട്ടും, ചെറിയൊരു പോർട്ടും, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നമുക്ക് ഈ ബസ് കയറി ഈ ബേർഡ് സാങ്ച്വറിയിലേക്ക് പോകേണ്ട ഒരു സ്ഥലവും മാത്രമാണുള്ളത്. ഈ പഫിൻ എന്ന് പറയുന്ന ഈ ഒരു ബേർഡ് കൂടാതെ ലക്ഷക്കണക്കിന് വേറെ ഇഷ്ടം പോലെ സീ ബേർഡുകളും ഉണ്ട്. അപ്പം നമുക്ക് ബൈനോക്കുലർ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല ശരിക്കും. അപ്പം ഈ വ്യൂ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇഷ്ടം പോലെ ബൈനോക്കുലർ അവൈലബിൾ ആണ്. അതും കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്കുള്ള ബൈനോക്കുലറും അവൈലബിൾ ആണ്, അതുപോലെ വലിയവർക്കുള്ളതും അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ബേർഡിനെ കാണാവുന്നതാണ്. പിന്നെ നിർബന്ധമില്ല ഈ ബേർഡിനെ കാണണം അവിടെ വന്നു കഴിഞ്ഞാൽ. ഈ പറയുന്ന മാസങ്ങളിലൊക്കെ ബേർഡ് വരും, പിന്നെ പ്രജനനകാലമാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും നിർബന്ധമില്ല. കാരണം ഇതിനു മുമ്പ് 3-4 തവണ പോയിട്ട് ഈ ബേർഡിനെ കാണാതെ തിരിച്ചു വന്നവരുമുണ്ട്. എന്നാൽ ഞങ്ങൾ പോയ സമയത്ത് ഈ ബേർഡ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമ്മർ ആയതുകൊണ്ടും നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു. ഒരുപക്ഷെ വെയിലില്ല, മഴയാണ്, നല്ല കാറ്റാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പെട്ടെന്ന് തണുപ്പടിച്ച് നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. അതല്ല, നല്ല വെയിലുള്ള ദിവസം പോകാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഐലൻഡ് തന്നെയാണ് രാത്ലിൻ ഐലൻഡ്. അപ്പോൾ ഇതൊക്കെയാണ് രാത്ലിൻ ഐലൻഡിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്.